ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്, ഭാരത് ന്യൂമൻ എന്നീ പേരുകളെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും അദ്ദേഹം നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളെയും സൂചിപ്പിക്കുന്നു. തന്റെ ആയുഷ്കാലത്ത് 3 സന്യാസ സമൂഹങ്ങൾ പടുത്തുയർത്തുവാനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആത്മീയമായി പിന്തുണ നൽകുവാനും പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. സന്യാസ ശ്രേഷ്ഠൻ, താപസൻ, തപസ്സുകൊണ്ടായിരുന്ന ജ്ഞാനം നേടിയവൻ, വേദമന്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ മഹത് വ്യക്തി, ജ്ഞാനി എന്നിവയെല്ലാം നന്നായി ഇണങ്ങിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. അദ്ദേഹം സ്ഥാപിച്ച ബദനി ആശ്രമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ദേവാലയങ്ങൾ, മിഷണറി സംരംഭങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ കർമ്മധീരതയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും അടയാളമാണ് നമ്മുടെ വിദ്യാലയവും ഉൾപ്പെടുന്ന ഈ മാർ ഇവാനിയോസ് വിദ്യാനഗറും. ഗിരിദീപം, വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം, വിശുദ്ധ കുംഭസാരം ഒരു ധ്യാന പഠനം, സന്യാസ ജീവിത സഹായി, ക്രിസ്തീയ വത്സരം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ അമൂല്യ ഗ്രന്ഥങ്ങളാണ്. ദൈവസേവനം പ്രവൃത്തിയാണെന്നും ഫലം ദൈവസമ്പാദനമാണെന്നും കൂടെ കൂടെ ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭൈക്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആ പുണ്യപുരുഷൻ 1953 ജൂലൈ മാസം 15-ാം തീയതി നിത്യസമ്മാനത്തിനായി അനശ്വര ലോകത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ജനനം മുതൽ മരണം വരെ ചില അസാധാരണത്വങ്ങൾ പ്രകടമാക്കിയ ഒരു ജീവിതം. ആ വന്യപിതാവിന്റെ കാലടിപ്പാതകളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളായി നമുക്കും അഭിമാനപൂർവ്വം യാത്ര ചെയ്യാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.